നമസ്കാരം. അഗ്നിഹോത്രി നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബമായെടുത്ത് വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ നാൾഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള നാളുകളിലെ നക്ഷത്രഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. നാൾഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള നാളുകളിലെ നക്ഷത്രഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സവിശേഷമായ സ്വഭാവ പ്രകൃതിയുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ മാസം ചില ആധ്യാത്മിക ചിന്തകളോടെ പോകാൻ താല്പര്യമുള്ളവരായി കാണപ്പെടുന്നു. അതായത് ഭൗതിക ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിനോടൊപ്പം തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലും കുറച്ച് താല്പര്യം ശ്രദ്ധ പുലർത്തുന്ന ഇവർക്ക് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന സമയമാണ്. വളരെയധികം ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്ന ഒരു മാസമാണെന്ന് പറയാം. ഉദ്ദേശകാര്യസിദ്ധി, സ്വസ്ഥത തുടങ്ങിയവ അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ജന്മസ്ഥലത്തിൽ നിന്നും, താൻ ജനിച്ച സ്ഥലത്തിൽ നിന്നും മാറിപ്പോയി ഒരു ജോലിക്കോ ബിസിനസ്സിനോ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു പ്രത്യേകത കൂടി ഈ നാളുകൾക്ക് കാണുന്നുണ്ട്. അതായത് തങ്ങൾ ജനിച്ച സ്ഥലത്തിൽ നിന്നും മാറി വേറൊരു ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന അവസ്ഥ. കൂടാതെ
വളരെ ആശ്ചര്യജനകങ്ങളായ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തങ്ങളുടെ മാതാവുമായി, അതായത് അമ്മയുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തുന്ന ഇവർക്ക് അമ്മയിലൂടെ തന്നെ സ്വത്ത്, പണം, പ്രശസ്തി തുടങ്ങിയവ വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നിയമ വ്യവഹാരവുമായി ബന്ധപ്പെട്ട വിജയ അഭീഷ്ട കാര്യസിദ്ധിയാണ്. അതായത് നിയമപരമായി എന്തെങ്കിലും കേസിലോ നൂലാമാലയിലോ പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വന്നു ചേരുന്നതായി കാണാം. സർക്കാർ രംഗത്ത്, പ്രത്യേകിച്ച് പട്ടാളം, പോലീസ് തുടങ്ങിയ സേനകളിലോ വളരെ ഉയർന്ന ഉദ്യോഗം ലഭിക്കാനുള്ള അവസരങ്ങൾ കൈവരുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്കാകട്ടെ വളരെയധികം അനുകൂലമായ സമയമാണിത്. ഭാവിയിലേക്കുള്ള ചില ബന്ധങ്ങൾ ഈ മാസമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതായത് ഭാവിയിലേക്ക് എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ചില ബന്ധങ്ങൾ, ഇതുവരെ നിങ്ങളുടെ ചിന്തകളിലോ പ്രവൃത്തികളിലോ ഇല്ലാതിരുന്ന ചില അവസരങ്ങൾ, ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വളരെ ഉചിതമായ ചിന്തകളോടെയുള്ള സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തമാക്കുന്ന സാമ്പത്തിക ലാഭം നിങ്ങളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനത്തിന് തികച്ചും സന്തോഷം തരുന്ന തരത്തിലുള്ള, നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതലുള്ള സാമ്പത്തിക ലാഭവും മനസ്സിന് സന്തോഷവും ലഭിക്കുന്ന മാസമാണ്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ, മനുഷ്യ നന്മയ്ക്ക്.